ഞാൻ ജെയ്ക്സി തോമസിലേക്ക് കൂടി പോകുകയാണ്. ശ്രീ ജെയ്ക്സി തോമസ്, ശരിയാണ്, ഒരു 1.64% വോട്ടിൻ്റെ ഒരു വർധനവ് പാലക്കാട്ട് നിങ്ങൾക്കുണ്ടായി. കഴിഞ്ഞ കുറി 3-ാം സ്ഥാനത്തായിരുന്നു ഞങ്ങൾ, ഇക്കുറി 3-ാം സ്ഥാനത്താണ്, ഞങ്ങൾക്ക് ഒറ്റ വോട്ട് പോലും കുറഞ്ഞിട്ടില്ല, അതുകൊണ്ടൊരു ഭരണവിരുദ്ധ വികാരം പാലക്കാട്ട് ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം, അത് അംഗീകരിക്കുന്നു. പക്ഷെ സ്ട്രാറ്റജിക്കലി നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള പാളിച്ച സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം സന്ദീപ് വാര്യരെ അവസാന നിമിഷം BJP-യിൽ നിന്നും അടർത്തി മാറ്റി കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ ഈ ഫലം വരുമ്പോൾ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കുന്നു, അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അത് സന്ദീപ് വാര്യർ ആദ്യം എത്തിയത് നിങ്ങളുടെ കയ്യിലായിരുന്നു. നിങ്ങൾ പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. സന്ദീപ് വാര്യരെ കൊണ്ടുവരുന്നതിൽ നിങ്ങൾ അമാന്തം കാണിച്ചു. മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് മുഖ്യമന്ത്രി അതിന് സമ്മതം മൂളിയില്ല എന്നതായിരുന്നു. അത് ആദ്യത്തെ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ തന്ത്രപരമായി പാളിച്ച ഒന്നാമത്തേത്. പിന്നീട് കോൺഗ്രസ് കൊണ്ടുവന്നതിന് ശേഷം അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ വീണ്ടും നിങ്ങൾക്ക് പാളി. നിങ്ങൾ രണ്ട് സമസ്തയുടെ പത്രങ്ങളിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ പാകത്തിലുള്ള രണ്ട് പരസ്യങ്ങൾ കൊടുക്കുന്നു. അത് ന്യൂനപക്ഷ വോട്ടുകളിൽ കാര്യമായി, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചു, ആ പരസ്യം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് വലിയ തോതിൽ നിങ്ങളെ തിരിഞ്ഞു കുത്തുകയും ചെയ്തു. അപ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ രണ്ട് നീക്കങ്ങളും പാളി എന്നൊരു വിലയിരുത്തൽ തന്നെയാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്? യഥാർത്ഥത്തിൽ ഞാൻ ട്രെയിൻ യാത്രയിലാണ്, അതുകൊണ്ട് തന്നെ എത്ര നേരം ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സംബന്ധമായിട്ടുള്ള ചർച്ചകൾ അങ്ങ് സൂചിപ്പിച്ച RSSനോട് വിട ചോദിച്ച് അഭിനവ കോൺഗ്രസായി മാറിയ യുവനേതാവിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലല്ല കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും അതൊരു ഘടകം എന്ന നിലയിൽ മറ്റെപ്പോഴെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം, തർക്കഭേദമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവകാശവാദം എന്ന നിലയിലല്ല. അങ്ങ് പരിശോധിച്ചു നോക്കൂ, കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള ഏത് വാർത്താ സമ്മേളനങ്ങളിലും പൊതുസംവാദ സ്ഥലിക്ക് മുമ്പിൽ അദ്ദേഹം നടത്തിയ ഏത് വിശദീകരണവും അങ്ങൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് 1.5 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന കോൺഗ്രസ് പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം നിലനിർത്തുന്നതിലല്ല, മറിച്ച് ഭരണവിരുദ്ധ വികാരത്തെ അർത്ഥപൂർണമാക്കി മാറ്റണമെങ്കിൽ, പ്രതിപക്ഷത്തിന്റെ വിജയമായി മാറണമെങ്കിൽ അത് ചേലക്കര പിടിച്ചെടുക്കുന്നതിലൂടെ ആയിരിക്കും എന്ന് അദ്ദേഹം എത്രയോ ആവർത്തി പ്രഖ്യാപിക്കുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇരട്ടിയിലധികം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടെ ഇടതുമുന്നണി ചേലക്കര നിലനിർത്തുകയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ പാലക്കാട് 3-ാം സ്ഥാനത്ത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുന്നു. പക്ഷെ തുടരുമ്പോൾ തന്നെ അങ്ങ് കാണേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യേണ്ടത് 99 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടെ കേരളത്തിൽ ഇടതുപക്ഷ തരംഗം ആഞ്ഞടിക്കുന്ന സമയത്ത് പാലക്കാട് ഇടതുമുന്നണി ആർജിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ആർജിച്ചെടുത്ത് BJP CPM വോട്ട് അന്തരം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ അന്തരത്തിലേക്ക് എത്തിയ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ സംവാദത്തിനായി ഒത്തുചേരുന്നത്. പിന്നെ അങ്ങ് സൂചിപ്പിച്ച സന്ദീപ് വാര്യരെ സംബന്ധിച്ചുള്ള വിമർശനം, എനിക്ക് സന്തോഷമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ മുഖമായ മീഡിയ വൺ തന്നെ സന്ദീപ് വാര്യരെ എന്തുകൊണ്ട് ഇടതുപക്ഷം ഉൾക്കൊണ്ടില്ല എന്നതിനെ സംബന്ധിച്ച് ചർച്ച നടത്തുന്നത്. കാരണം ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡാണ് സന്ദീപ് വാര്യർ ഇടതുപക്ഷത്തോടൊപ്പം വന്നാൽ എന്നൊരു ഒരു പ്രയോഗം വന്ന സമയത്ത് അങ്ങയുടെ ചാനലിന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്നുകൊണ്ടാണ് സന്ദീപിനെ നിങ്ങൾ എത്ര തവണ വെള്ളപൂശിയാലായിരിക്കും അദ്ദേഹം ഇടതുപക്ഷക്കാരനായി മാറിത്തീരുക എന്ന വിമർശനാത്മകമായ ചർച്ച നടത്തിയത്. പക്ഷെ അതേ സന്ദീപ് കോൺഗ്രസിനോടൊപ്പം ചേർന്നപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങൾക്ക് അതിന് തെല്ലും അത്ഭുതമില്ല. അല്ല, അതിനകത്തൊരു പ്രശ്നമുണ്ട്. മൂത്താന്തറയിലടക്കം BJPക്ക് വോട്ട് കുറഞ്ഞു. ഇപ്പോൾ അവിടെ പോരാട്ടം BJPയുമായിട്ടാണെന്ന് നേരത്തെ തന്നെ തുടക്കം മുതൽ UDF പറയുന്നുണ്ട്, VD സതീശനും പറയുന്നുണ്ട്. അങ്ങനെ 2-ാം സ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട ഫൈറ്റർ BJPയാണ്. അവരെ പൊളിക്കാൻ എന്തൊക്കെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ പറ്റും, അതാണ് UDF നോക്കിയത്. അങ്ങനെയാണ് സന്ദീപ് വാര്യർ വന്നത്. അതിന്റെ ഫലം അവിടെ കാണുകയും ചെയ്യുന്നു. ആ തരത്തിലാണ് തന്ത്രപരമായി പാളിച്ച CPMന് പറ്റിയെന്ന് ഞാൻ പറയുന്നത്. ഞാൻ സത്യസന്ധമായി അങ്ങോട്ട് ചോദിക്കട്ടെ, അങ്ങ് വിലയിരുത്തുന്നുണ്ടോ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJPക്ക് സംഭവിച്ച വോട്ട് ചോർച്ചയുടെ മുഖ്യ കാരണക്കാരൻ, അതിന്റെ ഗുണഭോക്താവ് കൂടുതൽ കോൺഗ്രസും രണ്ടാമത് LDFുമാണ്, തർക്കമേതുമില്ല. പക്ഷെ BJPക്ക് സംഭവിച്ച തകർച്ചയുടെ വോട്ട് ചോർച്ചയുടെ കാരണക്കാരൻ സന്ദീപ് വാര്യരാണ് എന്ന് സത്യസന്ധമായും അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? നമ്മളെല്ലാവരും വിമർശനപരമായി കാണേണ്ട ഒരു പ്രയോഗം അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ലേ? അദ്ദേഹത്തിന്റെ മാതൃസ്വത്ത് വിറ്റ് RSSന്റെ ശാഖ പണിയാൻ സ്ഥലം കൊടുക്കും എന്ന് ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്ന് പറയുകയാണ്. അതിൽ അങ്ങേക്ക് പ്രയാസമില്ലേ? ഞാൻ അങ്ങേക്കെന്ന് ഉദ്ദേശിച്ചത് മതനിരപേക്ഷവാദികളായിട്ടുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന് പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകേണ്ടതല്ലേ? ഒരു കോൺഗ്രസിന്റെ അഭിനവ യുവനേതാവ് തന്റെ പാതൃസ്വത്തും പിതൃസ്വത്തും വിറ്റ് RSSന് ശാഖ പണിയാൻ കൊടുക്കും, അതിനുവേണ്ടി 1 വർഷം കാത്തിരിക്കും. അത് പറയുന്നത് എപ്പോഴാണ്? നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ഘട്ടത്തിലല്ല പറയുന്നത്, മറിച്ച് യൂണിലാറ്ററലായി തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന് തലേദിവസം അദ്ദേഹം പറയുകയാണ്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താണ്? അങ്ങ് ശ്രദ്ധിച്ചില്ലേ? പാലക്കാട് UDFന്റെ വിജയത്തിൽ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയ SDPI ആണ്. തീവ്രവാദികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അങ്ങേക്കെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിന്റെ മതനിരപേക്ഷതയിലേക്ക് അതിൽ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകേണ്ടതായിട്ടില്ലേ?
അപ്പം ഇത്തരം അനുഭവങ്ങളെ കൂടെ നല്ലവണ്ണം നമ്മൾ വിലയിരുത്തണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. BJP ദുർബലപ്പെടുന്നതും വർഗീയതയ്ക്ക് ശക്തി ചെയ്യിക്കുന്നതും ഏതവസരത്തിലും സ്വാഗതാർഹമാണ്. പക്ഷെ ആത്മാർത്ഥപൂർണമായ സമീപന മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അത് സന്ദീപ് വാര്യരാവട്ടെ, SDP ആകട്ടെ, ആരുടെ ഭാഗത്തു നിന്നും മതനിരപേക്ഷ ചേരിയോട് ഇവർക്ക് സത്യസന്ധമായ കൂറും മാറ്റം വന്നിട്ടുണ്ടോ? അക്കാര്യം നമ്മൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.